കോളേജുകളിലും സർവകലാശാലകളിലും പുറത്തുനിന്നുള്ള പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ സംഗീത പരിപാടികൾ, DJ പെർഫോമൻസ് തുടങ്ങിയവ നടത്തുന്നതിന് പ്രിൻസിപ്പൽമാർ അനുമതി നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഇറക്കിയ വിജ്ഞാപനം. ഇതിനെതിരെയാണ് എയ്ഡഡ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെ സംഘടന റിട്ട് ഹർജി സമർപ്പിച്ചത്. വിജ്ഞാപനത്തിൽ പറയുന്ന പ്രകാരം അനുമതി നൽകുന്നത് ബുദ്ധിമുട്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിട്ട് ഹർജി സമർപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഷെഡ്യൂൾ ചെയ്യാനും ഫണ്ട് നൽകാനും അനുവദിക്കുന്ന വ്യവസ്ഥയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്. കോളേജിന്റെ സുരക്ഷയും അച്ചടക്കത്തെയും ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു. കുട്ടികളടക്കം വലിയ ജനക്കൂട്ടത്തെ താങ്ങാൻ സൗകര്യമില്ലാത്തതാണ് കോളേജുകളിലെ ഓഡിറ്റോറിയങ്ങൾ. വലിയ ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചവരല്ല പ്രിൻസിപ്പലും അധ്യാപകരെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ഉത്തരവാദിത്വം മുഴുവൻ പ്രിൻസിപ്പലിനും അധ്യാപകർക്കുമാണ്. 2015 പുറത്തുനിന്നുള്ള പരിപാടികൾ വിലക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ വർഷം DJ അടക്കമുള്ള സംഗീത പരിപാടികൾക്ക് അനുമതി നൽകുകയായിരുന്നു. അതേസമയം ഇത്തരം പരിപാടികൾ നടത്താൻ അനുമതി നൽകാനുള്ള സ്ഥാപന മേധാവിയുടെ വിവേചനാധികാരത്തെ വിലക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ അനുമതി നൽകിയാൽ സർക്കാർ ഉത്തരവിൽ പറയും പോലെ പോലീസ് അടക്കമുള്ളവരുടെ സാന്നിധ്യം ഉറപ്പാക്കണം. കുസാറ്റ് ടെക് ഫെസ്റ്റിനിടെ നടന്ന സംഗീത പരിപാടി 4 പേരുടെ ദാരുണമായ മരണത്തിനും 64 പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കുസാറ്റിലെ അപകടത്തെ തുടർന്നാണ് സംസ്ഥാനത്തെ ക്യാമ്പസുകളുടെയും ഹോസ്റ്റലുകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് ഏപ്രിൽ 9 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നിബന്ധനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ക്യാമ്പസിനകത്തും പുറത്തും പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെയോ മറ്റ് ഏജൻസികളുടെയോ പെയ്ഡ് പ്രോഗ്രാമുകൾ നടത്താൻ പ്രിൻസിപ്പൽമാർ അനുമതി നൽകണമെന്നായിരുന്നു വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത്. പരിപാടിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ പ്രിൻസിപ്പലിനെ 5 ദിവസം മുൻപ് മാത്രം അറിയിച്ചാൽ മതിയെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.